നിവിൻ പോളി നായകനാകുന്ന പ്രതിച്ഛായ എന്ന ചിത്രം 26-ന് തിയേറ്ററുകളിലെത്തുമ്പോൾ ചിത്രം സംസാരിക്കുന്ന രാഷ്ട്രീയം കൂടിയാണ് ചർച്ച. എന്നാൽ രാഷ്ട്രീയ ചിത്രം എന്നതിലുപരി ഇതൊരു കുടുംബ ചിത്രമാണെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ചിത്രം റിലീസായത് തീർത്തും യാദൃച്ഛികമാണെന്നും സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിയേറ്ററുകളിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി വഴി തുറക്കുന്ന ചിത്രമാകും പ്രതിച്ഛായ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സെക്രട്ടേറിയറ്റ് സമരമടക്കം നിരവധി സംഭവങ്ങൾ ചർച്ച ചെയ്യുന്ന ചിത്രത്തിൽ നിവിൻ പോളി, ബാലചന്ദ്രൻ മേനോൻ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ബാലചന്ദ്ര മേനോനാണ് മുഖ്യമന്ത്രിയുടെ പ്രധാന വേഷം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ മകനായി നിവിൻ പോളിയും എത്തുന്നു. സഖാവ് എന്ന ചിത്രത്തിന് ശേഷം നിവിൻ പോളി മുഖ്യവേഷത്തിലെത്തുന്ന മുഴുനീള രാഷ്ട്രീയ ചിത്രം കൂടിയാണ് പ്രതിച്ഛായ. ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇമോഷണൽ സ്റ്റോറി. അതിനപ്പുറം നമ്മൾ ഇതിനകത്തൊന്നും പറയില്ല. രാഷ്ട്രീയം ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. സാറാണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട്. തന്റെ രാഷ്ട്രീയമല്ല ചിത്രമെന്നും തെരഞ്ഞെടുപ്പുമായി ചിത്രത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ചിത്രം റിലീസാക്കുന്നത് തീർത്തും യാദൃശ്ചികം ആണെന്നും സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ നിങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ വിഷു സ്കൂൾ അടയ്ക്കുന്ന പീരീഡാണ്. അപ്പോൾ തന്നെ ഇലക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആകസ്മികത അതിനകത്തുണ്ട്, കോയിൻസിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് താങ്കൾക്കത് കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നത്. ആൻ അഗസ്റ്റിൻ, ഹരിശ്രീ അശോകൻ, RJ വിനീത എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രം 26-ന് തിയേറ്ററുകളിലെത്തും. ന്യൂസ് മലയാളം, കൊച്ചി.